ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാമല്ലേ. അപ്പോൾ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് ഈസ്റ്ററിന് നല്ല സ്പെഷ്യലായിരിക്കും. കൂടെ നല്ല പാലപ്പവും തേങ്ങാപ്പാലും ചേർത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പച്ചമല്ലി 1 ടീസ്പൂൺ, 1.5 ടീസ്പൂണ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട, തക്കോലം ഒരെണ്ണം, അങ്ങനെ ഹോൾ മസാല എടുത്തിട്ടുണ്ട്. ഇതിൽ കുരുമുളക് 1 ടീസ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് വേണം. അതാണ് ചെട്ടിനാട് ചിക്കൻ ഫ്രൈയുടെ ഒരു പ്രത്യേക മണം. അപ്പോൾ ഈ മസാല നിങ്ങൾ ആദ്യം ഒന്ന് വറുക്കുക. വറുത്തിട്ട് നമുക്കൊന്ന് ചെറു ചൂടോടെ പൊടിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മണം കൊടുക്കുന്ന മസാല. ഇത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്താലും കുഴപ്പമില്ല. ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടാണ് എടുത്തത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടുതൽ വേണമെങ്കിലും ആവാം. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണാണ്. അതുപോലെ നല്ല എരിവുള്ള മുളക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ മതിയാകും, അതാകുമ്പോൾ കളറും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കടലമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയുമാണ്. രണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് സ്പെഷ്യൽ കോട്ടിംഗ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിന് നമുക്ക് 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ അല്ല, നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈം ഒന്ന് ശ്രദ്ധിച്ചോളണേ. നിങ്ങൾ മിനിമം 4 അവേഴ്സ് വയ്ക്കുക. ഓവർ നൈറ്റ് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഉച്ചയ്ക്കുള്ള ആവശ്യത്തിന് നമുക്ക് രാവിലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതിയാകും. 4 അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ 4 അവേഴ്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാല നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട്. കോക്കനട്ട് ഓയിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ചതുകൊണ്ട് അത് ഇളകിയൊന്നും പോകത്തില്ല, നന്നായിട്ടിരിക്കും, ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് ഇതിനൊരു സ്പെഷ്യൽ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന് മറ്റൊരു ഫാക്ടർ, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ഫാക്ടർ. അപ്പോൾ ഇവിടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഇതിൻ്റെ. മസാലയുടെ ആ സ്മെല്ലാണ് ഇതിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ മസാല സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വറുത്ത് പൊടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വേറൊരു പാനിലോട്ടിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഇടത്തരം സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. സവാള കുഞ്ഞായിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചത്. അതുപോലെ ഒരു ചെറിയ ടൊമാറ്റോ, 2 പച്ചമുളക്, ഇത്രയും നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം. നമ്മൾ കടുക് വറുക്കും പോലെയുള്ള ഒരു സംഭവമാണ്. ഇതിന് ഞാൻ വീണ്ടും ആ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മസാല, അത് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യൽ ഒരു ഗ്രേവി അല്ല, അതൊന്ന് വറുത്തിടാനാണ്. അത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടൊന്ന് വറുത്തിട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഈസ്റ്ററിന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ നിങ്ങൾ തയ്യാറാക്കിക്കോളൂ. എല്ലാ സാധനങ്ങളും നമ്മുടെ കിച്ചണിൽ തന്നെ ഇരിപ്പില്ലേ. അപ്പോൾ പിന്നെ എന്താ താമസം. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അത്രയ്ക്ക് ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ചെട്ടിനാട് ചിക്കനാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പാലപ്പമാണല്ലോ ഈസ്റ്ററിന് സ്പെഷ്യൽ. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിർക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പവുമായിട്ട് ചേർത്ത് കഴിക്കുമ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും.
എന്നിട്ട് നമുക്ക് ആ ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്ത് ഒരു പിടി പിടിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ? അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ അല്ലേ? ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. നല്ലൊരു ഈസ്റ്റർ വീട്ടുകാരുമൊത്ത് ആഘോഷിക്കൂ. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.